നമസ്കാരം. കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം വെളിച്ചത്ത് കൊണ്ടുവന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ വൻ സുരക്ഷാ വീഴ്ചയിലേക്കാണ്. ജീവനക്കാരുടെ കാര്യത്തിലടക്കം ഈ അലംഭാവം വ്യക്തമാണ്. വ്യാഴാഴ്ച രാത്രി 12 മണിക്ക് ശേഷം പരിശോധന നടന്നില്ലെന്ന് ജയിൽ ഡിഐജിയുടെ പ്രാഥമിക റിപ്പോർട്ടും പുറത്തുവന്നു. സെല്ലിലെ ലൈറ്റുകൾ രാത്രി പ്രവർത്തിച്ചിരുന്നില്ല. 6 മാസമായി ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിക്കുന്നില്ലെന്നും കണ്ടെത്തലുണ്ട്. ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്കും ശുപാർശയുണ്ട്. ഗോവിന്ദച്ചാമിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചുവോ എന്നതിൽ അന്വേഷണം വേണമെന്നും ജയിൽ മേധാവിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. ഗോവിന്ദച്ചാമിയെ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ ഉത്തരവിറങ്ങി. ഇക്കാര്യത്തിൽ വൈകാതെ തീരുമാനമുണ്ടാകും. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷാ വിലയിരുത്താൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്നാണ്. രാവിലെ 11 മണിക്ക് ഓൺലൈനായി യോഗം നടത്തും. സംസ്ഥാന പോലീസ് ജയിൽ മേധാവിമാരും ആഭ്യന്തര സെക്രട്ടറിയും വിവിധ ജയിലുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ജയിലുകളിൽ പരിശോധന കർശനമാക്കാനുള്ള നിർദ്ദേശം ഇന്നലെ തന്നെ ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടുണ്ട്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട 4 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തെങ്കിലും അതിൽ ഒതുങ്ങാൻ സാധ്യതയില്ല എന്നാണ് സൂചന. ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPM-നും പിണറായിക്കും വലിയ നാണക്കേടാണ് ഗോവിന്ദച്ചാമി സംഭവം. ജയിലിൽ CPM തടവുകാരുടെ ഭരണമാണെന്ന ആക്ഷേപം നിരന്തരം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന് ജയിൽ ചാട്ടം എന്തായാലും ഒരായുധമായി മാറിയിട്ടുണ്ട്. ജയിൽ ചാടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗോവിന്ദച്ചാമിക്ക് കിട്ടിയെന്നാണ് വ്യക്തമാകുന്നത്. ജയിലിലും സിസ്റ്റത്തിന്റെ തകരാറാണോ എന്ന പരിഹാസം CPM-ന് നേരെ ഉയരുന്നുണ്ട്. ജയിലിലാവുന്ന CPM പ്രവർത്തകർക്ക് വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുന്നുവെന്ന ആക്ഷേപം നേരത്തെയുണ്ട്. അത് ശരിവയ്ക്കുന്ന സംഭവങ്ങൾ ജയിലിൽ പതിവാണ്. സെല്ലുകളിൽ നിന്ന് മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളും പിടികൂടുന്ന സംഭവങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. CPM നേതാക്കളായ ജയിൽ ഉപദേശക സമിതി അംഗങ്ങളുടെ ഇടപെടലിലാണ് ജയിലിൽ വഴിവിട്ട കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഏറ്റവും ഒടുവിൽ കാരണവർ വധക്കേസിലെ ഷെറിന്റെ ജയിൽ മോചനത്തിന് പിന്നിലും ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു. വനിതാ ജയിലിൽ ഷെറിന് ലഭിച്ച പരിഗണന ചർച്ചയുമായി. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം കൂടിയായതോടെ സെൻട്രൽ ജയിലിൽ കാര്യങ്ങൾ നേരായ രീതിയിലല്ല എന്നാണ് വെളിപ്പെടുന്നത്. ജയിൽ ചാടാൻ ഗോവിന്ദച്ചാമി നടത്തിയ ദീർഘനാളത്തെ ആസൂത്രണവും അതിന്റെ നിർവഹണവും ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ചയുണ്ടെന്നതിന് തെളിവാണ്. ദിവസങ്ങളെടുത്ത് അഴികൾ മുറിച്ചിട്ടും ആരും അറിഞ്ഞില്ല. സ്വാതന്ത്ര്യവും ഒത്താശയും ലഭിക്കാതെ അംഗപരിമിതനായ ഒരാൾക്ക് ജയിൽ ചാടാൻ സാധിക്കില്ല എന്ന് വ്യക്തമാണ്. ആസൂത്രണത്തിനുള്ള അവസരം എങ്ങനെയുണ്ടായെന്ന ചോദ്യം പ്രസക്തമാണ്. പിടിയിലാകുമ്പോൾ ഗോവിന്ദച്ചാമിയുടെ കയ്യിൽ ചെറിയ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ വെളിപ്പെടുത്തൽ. 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടിയത് തുണികൾ കൂട്ടിക്കെട്ടി വടം പോലെയാക്കിയാണ്. അഴികൾ മുറിക്കാനുള്ള ഹാക്സോ ബ്ലേഡ് ജയിലിലെ വർക്ക്ഷോപ്പിലേതാണ്. CCTV നിരീക്ഷണം ഉണ്ടായിട്ടും ഇതൊന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നത് ജയിലിലെ അരാജകത്വത്തിന് തെളിവാണ്. പ്രത്യേക നിരീക്ഷണത്തോടെ പാർപ്പിക്കേണ്ട കുറ്റവാളി തടവു ചാടിയത് ജയിൽ നിയന്ത്രണം ഉദ്യോഗസ്ഥർക്കല്ല എന്ന ആരോപണം ശരിവെക്കുന്നു. ഗോവിന്ദച്ചാമിയെ പോലൊരു കുറ്റവാളി ജയിൽ ചാടിയ സാഹചര്യം സർക്കാർ സ്ത്രീ സുരക്ഷ പരിഗണിക്കുന്നില്ല എന്നതിന് തെളിവായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നുണ്ട്. ഉത്തരവാദിത്തത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒഴിവാകാനാവില്ലെന്നും അവർ പറയുന്നു. പ്രതിപക്ഷ കക്ഷികൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന വാദവുമായാണ് CPM ഇതിനെ നേരിടുന്നത്. ഇന്നലെ പുലർച്ചെ 1:15 ജയിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ 10 മണിക്കൂറിന് ശേഷമാണ് തലാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നും പിടികൂടിയത്. നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഗോവിന്ദച്ചാമിയെ പിടികൂടാനായത്. അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെല്ലിന്റെ ഗ്രിൽ അറുത്തുമാറ്റിയ ശേഷം 7.5 മീറ്റർ ഉയരമുള്ള മതിൽ തുണി കെട്ടിയായിരുന്നു ജയിൽ ചാട്ടം.